ചിക്കൻ 800 ഗ്രാം എടുത്തിട്ടുണ്ട്. അരിഞ്ഞത്, ഇഞ്ചി, 3 വെളുത്തുള്ളി, കരിയാപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നാരങ്ങ നീര്, കാശ്മീരി മുളക്, 3 സാധാരണ മുളക്, 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അമ്മ സഹായിക്കും. ഇഞ്ചി വെളുത്തുള്ളിന്റെ അവ ചേർക്കണം. മസാലകളെല്ലാം ചൂടാക്കി അരച്ചെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുളക് ഇടാം. മല്ലി ഇടാം. നമ്മള് പെരിഞ്ജീരകവും ജീരകവും ഇടാം. കുരുമുളക് ഇടാം. 2 മിനിറ്റ് നല്ല ഇളക്കാം. നല്ല മണം ഇളക്കാം. മസാലയൊക്കെ ചൂടായിട്ട് ഉണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഉണ്ടാക്കണം. 2 മിനിറ്റ് ഇളക്കിയാൽ മതി. ഒരുപാട് കഴിക്കല് നിങ്ങൾ 2 മിനിറ്റ് മാത്രം ഇളക്കിയാൽ മതി. ഈ മസാലകൾ നല്ലതായിട്ട് ചൂടാക്കാം. ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇത് ഇപ്പൊ നല്ലതായിട്ട് ചൂടുണ്ട്. കണ്ടിട്ട് ഇപ്പൊ നമ്മൾ അരച്ചെടുക്കാം. മസാലയൊക്കെ ഇതാക്കിട്ട് അരച്ചെടുക്കാം. നാരങ്ങ നീര് ഒഴിക്കാം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിൽ മിക്സ് ചെയ്ത് എടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഉള്ളി കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് നല്ലപോലെ വഴറ്റി എടുക്കുക. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ട് ഇളക്കാം. കരിയാപ്പില ഇഞ്ചിയുടെ ഉള്ളിയുടെ നല്ല മണം വരുന്നുണ്ട്. വഴന്നിട്ടുന്നു. ഇതിലേക്ക് ചിക്കൻ ഇടാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കാം. 15 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇതൊക്കെയൊന്ന് ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. റെഡിയായിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്കിത് കഴിക്കാം. നമുക്കിത് കഴിക്കാം. സൂപ്പർ. അതുപോലെ സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹലോ.